എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞ എന്റെ ഇഷ്ടങ്ങൾ കുറച്ചുണ്ട്. ഞാനതൊരു ബുക്കിനകത്ത് ബെറ്റർ ആ ഒരു ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് യൂട്യൂബ്, അത് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അമ്മ ഏതാണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളോട് രണ്ടുപേരോടും ചോദിക്കും. ആരാണ് തെറ്റിക്കുന്നത്, മീൻസ് അവർ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ ലാസ്റ്റിൽ കുറവുള്ളതെന്ന് വെച്ചാൽ അവർ ഈ നാരങ്ങ കഴിക്കണം. അതാണ്. അപ്പൊ ഇവർക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ എഴുതി വെച്ചേക്കുന്നത് എന്തുവാന്നുള്ളത് അറിയത്തില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ അവരോട് ചോദിക്കട്ടെ. അതെ, ഞാൻ ചോദിക്കട്ടെ. അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് ഞാനും ഇവളും എങ്ങനെയാ പറയണ്ടേ എന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അമ്മ ഞങ്ങൾ രണ്ടുപേരും ഉത്തരം പറഞ്ഞതിന് ശേഷം അമ്മ ഉത്തരം പറയാവൂ. പോയിന്റ് ഉണ്ട്. 10 ക്വസ്റ്റ്യനെ മൊത്തത്തിൽ എഴുതി വെച്ചേക്കുന്നത്. ആർക്കാണോ അത് മാർക്ക് കുറവെന്നുള്ളത് അവര് ലാസ്റ്റില് നാരങ്ങ കഷ്ണം കഴിക്കണം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഇപ്പഴത്തെ മാർക്ക് എഴുതി വെക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ മാർക്ക് അന്നേരം ഞങ്ങൾ പറയുന്നത് ശരിയോ തെറ്റോന്ന് അമ്മ പറയത്തില്ലയോ? ഞാൻ പറയും ശരിയോ തെറ്റോന്ന്. അപ്പൊ നീ ശരി പറയുന്നത് നിനക്ക് 1 മാർക്ക്. അങ്ങനെ എഴുതി വെക്കണം. ശരി, അപ്പൊ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐശ്വര്യ മൂത്തതല്ലേ, ഐശ്വര്യയോട് തന്നെ ചോദിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവം അത് അവർക്ക് അറിയാം, കറക്റ്റാ. അപ്പൊ ഐശ്വര്യക്ക് 1 മാർക്ക്. അതിന് ഞാൻ ചോദിക്കുന്നത് രണ്ടുപേരോട് വേറെ വേറെ ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? ഇനി അടുത്ത അച്ചുവിന്റെ കൂടെ. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ബിരിയാണി. തെറ്റല്ല, നീ ആലോചിച്ച് പറയണമായിരുന്നു. നിനക്ക് പോയിന്റ് ഇല്ല. പഴങ്കഞ്ഞിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അച്ചുവിന് 0. അല്ല, ഞാൻ ചോദിക്കട്ടെ, അമ്മ ഈ കടയിൽ പോകുമ്പോഴെല്ലാം അമ്മ ബിരിയാണി വാങ്ങിക്കുന്നതിന്റെ പഴങ്കഞ്ഞി കഴിച്ചോളൂ. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണി. അത് പണ്ടൊരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബിരിയാണി, സോറി, ബിരിയാണി അല്ല, പഴങ്കഞ്ഞിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. എന്താന്ന് വെച്ചാലേ നമ്മുടെ മൺചട്ടിയില് ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഓർക്കുമ്പോ എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ കാല് വയ്യാതെ ഓപ്പറേഷൻ ചെയ്തപ്പോ എന്റെ അമ്മ എനിക്ക് പഴങ്കഞ്ഞി ഉണ്ടായി തന്നു. മൺചട്ടിയില് ചോറും തൈരുണ്ടായിരുന്നു തോന്നി, ചക്കയും പിന്നെ അതിന്റെ കുറിച്ച് മീൻകറിയോ സാമ്പാറോ ഒരു ഉണക്കമീനോ ഒക്കെ ഇട്ട് എന്റെ കൂട്ടുകാരെ പിന്നെ സ്വർഗം. പഴങ്കഞ്ഞി ഇല്ല, നിങ്ങളിത് കേൾക്കണം. അമ്മ കടയപ്പം പിന്നെ എപ്പോഴും അത് ഇവിടെ പോകുമ്പോ ബിരിയാണി അല്ലേ കിട്ടാം. ഏത് കടയിൽ പോയാലും അമ്മ ബിരിയാണി വാങ്ങിക്കുന്നത്. പക്ഷെ കടയിൽ പോയാൽ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം മറ്റത്. അതെ. ഇനി അടുത്തത് അച്ചു 0. അതിന്റെ ഒരു ഇതാട്ടോ. ഇനി അടുത്തത് ഐശ്വര്യയുടെ കൂടെ. ഇഷ്ടമുള്ള ഡ്രസ്സിന്റെ കളർ എന്തുവാ? അതും കറക്റ്റാ. ഇവർക്ക് 2. ഐശ്വര്യക്ക് 1 മാർക്ക് കൂടെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇവര് ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതി ഇവരെ കാണിച്ചിട്ടില്ല. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. അമ്മക്ക് ഇപ്പൊ കറന്റ് പോവാൻ ഇഷ്ടമുള്ളത് ദുബായില്. അത് ഐശ്വര്യ നേരത്തെ പറഞ്ഞു ഒരാൾ പറഞ്ഞില്ലെങ്കിൽ പാസ് ചെയ്യണോന്ന്. നീ പറ. എനിക്ക് സത്യം പറഞ്ഞ 2 സ്ഥലം ഇഷ്ടമല്ല. നന്ദേട്ട എവിടാന്നോ അവിടെ. എനിക്കിപ്പം നിലവിൽ മസ്കറ്റിലാ ഇഷ്ടം. അമ്മ എന്തെങ്കിലും ഉത്തരം തെറ്റി, അമ്മയ്ക്ക് ഉത്തരം ഇല്ലാത്ത ചോദ്യം ആണെങ്കിൽ അമ്മയുടെ വായി ആരെങ്കിലും വിളിക്കും ഞാൻ. ഇതൊരു റെലവന്റ് ആയിട്ടുള്ളൊരു അമ്മയ്ക്കതില്ല. ഞാൻ പറയട്ടെ എന്താണ് ഐശ്വര്യം. എടി, അമ്മ പോവാൻ ഇഷ്ടമുള്ള സ്ഥലം എന്നാ പറയാ. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നാ പറയണം, വീട്ടിൽ ഇരിക്കുക. പക്ഷെ അമ്മ അതല്ല പറഞ്ഞത്. അമ്മയ്ക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം അച്ഛൻ എവിടെയുണ്ടോ അവിടെയാണ്. ഓക്കെ. അപ്പൊ അച്ചു തോറ്റില്ലയോ? അച്ചു ഐശ്വര്യ 2 പേർക്കും ഇല്ല. ഓക്കെ. അടുത്തത്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ത് ചെയ്യാനാണ്? ഐശ്വര്യയുടെ അടുത്ത. എന്ത് ചെയ്യാനാണ്? ഓ, കറക്റ്റ്. സത്യം. ഞാനത് വിചാരിച്ചു. അമ്മ ഐശ്വര്യക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അമ്മ അറിയാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്റെ ഇത്ര നാൾ നടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമെന്ന് എന്തുകൊണ്ട് നീ മനസ്സിലാക്കിയില്ല? ഉറങ്ങാൻ ഇഷ്ടമെന്ന് എനിക്കറിയാം. എന്നോട് അമ്മ ചോദിച്ചില്ല. ഇനി അടുത്തത്.
ഇനി അടുത്ത് എന്റെ ബാല്യ അത് അറിയത്തില്ല. എന്റെ ബാല്യകാലത്തുള്ള ഇഷ്ടപ്പെട്ട ഒരു ഓർമ്മ. പറയണേ വെച്ചു ബാല്യകാലത്തിൽ പറ. അമ്മയുടെ അച്ഛമ്മയുടെ വീട്ടിൽ പോയിരിക്കുന്നേ. സത്യം കേട്ടോ കൂട്ടുകാരെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിന്നാലേ അതിന്റെ ഓർമ്മകൾ എന്താന്ന് വെച്ചാല്, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അന്ന് ടി വി ഇല്ല. അച്ഛമ്മയുടെ കൂടെ പോയി നിന്നാല് എനിക്ക് സിനിമയൊക്കെ, അപ്പച്ചിയുടെ വീട്ടിലേക്ക് ടി വി ഉണ്ട്, അവിടെ പോയി സിനിമ കാണാം. 2 അച്ഛമ്മയുടെ വീട്ടിലൊരു മുല്ലയുണ്ട്, നിറയെ മുല്ലപ്പൂ പിടിക്കും, മൈലാഞ്ചി ഉണ്ട്, അത് കയ്യിലരച്ചിടാം. പിന്നെ എനിക്ക് അച്ഛമ്മയോട് ഭയങ്കര ഇഷ്ടം. അച്ഛമ്മ കഥയൊക്കെ പറഞ്ഞു തരും. എന്റെ അച്ഛമ്മ മരിച്ചുപോയി, അച്ഛന് അങ്ങനെ ചെയ്യും. അച്ഛമ്മയിലൂടെ 1 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. എന്ത് അമ്മ അതിനൊരു പുച്ച അമ്മയ്ക്ക്. അമ്മ എന്നോട് എനിക്ക് അറിയാത്ത ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അമ്മ അവർക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ കൊടുക്കുന്നത്. ഇനി ഏത് തരം ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടം? ആ എങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴോ അല്ല, പുറത്തു പോകുമ്പോ എനിക്ക് ഏത് തരം ഡ്രസ്സാണ് ഇടാൻ ഇഷ്ടം? ആ ചുരിദാർ എങ്ങനെയുള്ളതാന്ന് പറയണം, ഏത് മോഡലാന്ന് വരെ. ആ കറക്റ്റ്. എനിക്ക് അനാർക്കലി അല്ലെ അമ്പർല കട്ട അങ്ങനെയുള്ള ചുരിദാറാണ് ഇഷ്ടം. ഐശ്വര്യക്ക് വീണ്ടും 1 മാർക്കായി. അച്ചുവിന് 1, ഐശ്വര്യക്ക് 4. പിന്നെ ഇനി അടുത്തത്, ഏത് മൃഗത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? പട്ടി പൂച്ചയും. അതെ, ഒരെണ്ണം. അമ്മ എപ്പോഴും പട്ടിയും പൂച്ചയും വേണം. അങ്ങനെയല്ല, ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്നേ. അത് നീ എന്തോന്ന് വെച്ചാൽ ആലോചിച്ച് പറയണം. പട്ടി. കറക്റ്റ്. അച്ഛന് 1 മാർക്ക് കിട്ടി. ഇനി പട്ടിയെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അയ്യോ, ഇത്രയും നാല് പൂച്ച ഉണ്ടാവുന്നതിന് മുന്നേ പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടം പൂച്ച എങ്ങനെ വെച്ച് തടവണമെന്നൊക്കെ അമ്മ പറയത്തില്ല. ബേസിക്കലി ആഗ്രഹമാണ്, പക്ഷെ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ കൂടുതൽ ഇഷ്ടപ്പെട്ട പട്ടിയെ. പട്ടിയെന്ന് പറഞ്ഞോട്ടെ എന്റെ ഡോഗ് മോൻ. പിന്നെ അടുത്തത്, ഏത് പക്ഷിയാണ് എനിക്ക് ഇഷ്ടം? എനിക്കിഷ്ടമുള്ള പക്ഷിയോ? എനിക്കറിയാം. അവള് പറഞ്ഞില്ല. എളുപ്പം പറഞ്ഞോ. എന്ത് വളർത്താനാണോ? അല്ല, എനിക്ക് വളർത്താൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരു പക്ഷിയുണ്ട്. തെറ്റി. കറക്റ്റ്. അച്ഛൻ അങ്ങനെ ഒരു പോയിന്റ് കൂടെ കിട്ടിയിരിക്കാനും പാസ് ചെയ്തതിന് ആരെ കൊടുക്കും? അങ്ങനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇനി ആരോടാ? അടുത്ത ക്വസ്റ്റ്യൻ അവളോട്. എന്റെ ക്വസ്റ്റ്യൻ അവൾക്ക് കൊടുത്തത്. അപ്പൊ കുടിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ജ്യൂസ് അച്ഛനോട് ചോദിക്കാം. കുടിക്കാൻ അമ്മക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ഞാൻ ചോദിക്കട്ടെ? ഒറ്റ പ്രാവശ്യം. അതല്ല, ഈ ഞാൻ പറയട്ടെ, ഇങ്ങനെ മിറണ്ട, സ്പ്രൈറ്റ് അങ്ങനെ പോലെയാണോ അതോ കുടിക്കുന്ന ജ്യൂസാണോ? എനിക്ക് സാധാ നോർമൽ ജ്യൂസ്. എനിക്കറിയാം, നാരങ്ങ. കറക്റ്റ്. എനിക്ക് സോഡയൊക്കെ ഒഴിച്ചിട്ട് ലേശ ഉപ്പും പഞ്ചാരയൊക്കെ ഇട്ട് ഉള്ള നാരങ്ങ വെള്ളം കുടിക്കാനാണ് എനിക്ക് ഭയങ്കര. ഞാനല്ലേ എപ്പോഴും ഉണ്ടാക്കി തരുന്നത്. അച്ചു എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരും. പക്ഷെ അച്ചു എല്ലാം ഉണ്ടാക്കി തരും കേട്ടോ. നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതോ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആ എന്താ പറയുന്നത് സപ്പോർട്ടൊക്കെയാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്. അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ നമ്മുടെ അച്ചു തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അച്ഛന് 2 എവിടുന്ന? ആ ശരിയാ, സോറി. അയ്യോ ശരിയാ, പാവപ്പെട്ട അച്ഛന് 1 പോയിന്റും കൂടെ ഉണ്ട്. അപ്പൊ ഐശ്വര്യ 5 പോയിന്റും അച്ചു 3 പോയിന്റോടെയാണ് തോറ്റ് തുന്നം പാടിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് അച്യുതേ എനിക്കൊരു സംശയമുണ്ട്. ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ചന്തു. ഇല്ല, ഇതിനകത്ത് ഏതൊക്കെയാ ഞാൻ പറഞ്ഞത്? ഇതിപ്പോ അതിന് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ. അപ്പൊ ഇനി അച്ചു നാരങ്ങ തിന്നുന്നതാണ് ലാസ്റ്റ് പറഞ്ഞത്. കടിച്ചു മുറിച്ചൊന്നും വായിൽ ഒറ്റ ഇട്ട് വായിലോട്ടിട്ടോ. അത് ഇറക്കണം. ഇറക്കാനൊന്നും പറ്റത്തില്ലേ? അവര് കാണട്ടെ, തിന്നിറക്കണം. ഇത് നീരെല്ലാം കുടിച്ചിട്ട് ബാക്കി ചെറിയ പീസ അവരെ കാണിച്ചോട്. തിന്നോ. നമ്മൾ ഇഞ്ചി കടിച്ച കുരങ്ങെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. നാരങ്ങ തിന്നുന്ന അച്ചു. എക്സ്പ്രഷൻ വരുന്നില്ല. എനിക്കിതിരി ദണ്ണുണ്ട്. എന്തെങ്കിലും അച്ചു നാരങ്ങ ഇരുന്നുണ്ടോ? അങ്ങനെ അച്ചു നാരങ്ങ തിന്ന് എന്താ പറയുന്നത് ജയിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിക്കുട്ടം വന്നിട്ടുണ്ട്, അന്തേട്ട ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്.
അപ്പം ഇന്നിനിപ്പം വൈകിട്ടൊന്ന് പുറത്തോട്ടൊക്കെ പോകണം. ഇവിടെ ഇപ്പൊ ഏകദേശം 6 മണിയായി, വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. അപ്പൊ അച്ഛൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാൻ. ടാറ്റാ. അപ്പൊ എല്ലാരും മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.